വയനാട്ടിൽ അടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. 4 ദിവസം തിരഞ്ഞിട്ട് ഒരു വിവരമില്ല. അങ്ങനെ ഇവിടുന്ന് പോയി കുറേ നിങ്ങൾ വരുന്ന വഴിക്ക് താഴെ വിലങ്ങാട് ഉരുളുപൊട്ടി സഹജീവികളെ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മാത്യു സാറിൻ്റെ വീട്ടിലാണ്. 100 കണക്കിന് ഏക്കറിലെ ഭൂമി തകിടം അടിമേൽ മറിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വിലാപമുയരുന്ന വിലങ്ങാടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്യു സാറ് വീട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോൾ സഹജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലുള്ള ആളുകളെയൊക്കെ ഇവിടെ ഇരുത്തി താഴെ ഇറങ്ങി എല്ലാവരെയും ഫോൺ വിളിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടത്. വയനാടിനേക്കാൾ വലുതെന്നൊരു പക്ഷേ പറയാവുന്ന ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്തുണ്ടായത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് മരണം സംഭവിക്കാതെ അവരെയൊക്കെ തന്നെ ഏതാണ്ട് 100ഓളം ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് മാത്യു മാഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു. എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ട് വിഭ്രാന്തരായി നിൽക്കുന്നൊരു സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മാഷ് താഴേക്ക് ഇറങ്ങുകയും ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം നടത്തുകയും അപ്പോഴും അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലിൻ്റെ മുട്ട് വരെ ചളിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ച് കയറാമായിരുന്നു. അപ്പോഴും മറ്റുള്ളവരോട് വേഗം രക്ഷപ്പെടാൻ പറയുകയും താൻ സേഫാണ്, നിങ്ങളുടെ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചളി കയറുമ്പോഴും ഫോണിൽ മറ്റുള്ളവരോട് വേഗം രക്ഷപ്പെടാനുള്ള തന്നെ രക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടുന്നതിന് പകരം മറ്റുള്ളവരോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത വലിയ ധന്യമായ ഒരു മനസ്സിൻ്റെ സഹജീവികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു മാഷ്. തീർച്ചയായും ഒരു സ്വർഗാവകാശിയായിക്കൊണ്ട് സഹജീവികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് മാഷ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയ, ഒരു പ്രദേശത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയ മാഷ് വീട്ടിൽ വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറ്റക്കാണ് ഈ വീട്ടിൽ. മക്കളൊക്കെ വിദേശത്ത് പഠിക്കുകയാണ്. ഗവൺമെൻറ്റിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഒരു പ്രദേശത്തെ മുഴുവൻ ദുരന്തത്തിൽ നിന്ന് സ്വന്തം ജീവൻ രക്തസാക്ഷിത്വം അർപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയ മാഷുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്രയും ആളെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയ മാഷയ്ക്ക് കുടുംബത്തിലൊരാളെ സർക്കാർ ജോലിയിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം, ഒരു സമൂഹം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന, ഈ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകർ അവരുടെ ഒരു ആയുസ് മുഴുവനുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വീടുകൾ ഒലിച്ചു പോയിരിക്കുകയാണ്. ഒരു ജീവിതകാലം മുഴുവൻ, ഒരായുസ് മുഴുവൻ കൃഷി ചെയ്തുകൊണ്ട് രാഷ്ട്ര സേവനം നടത്തിയൊരു സമൂഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉചിതമായ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കൊടുക്കണം. ഈ രക്ഷപ്പെടുത്തലിന് ഇവിടെ വലിയൊരു ദുരന്ത വാർത്ത, വയനാട്ടിലെ പോലെ ഒരു ദുരന്ത വാർത്ത, ആളുകളുടെ മരണ വാർത്ത കേൾക്കാതിരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയ മാഷെ രക്തസാക്ഷിത്വത്തിന് അതിൻ്റേതായ രൂപത്തിൽ പരിഗണന കൊടുത്തുകൊണ്ട് കുടുംബത്തിലൊരാളെ സർക്കാർ ജോലിയിലേക്ക് പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല സർക്കാരിൻ്റെ ചുമതലയാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാം ഇതിൽ ഒട്ടുപോയാൽ നിങ്ങൾ വരുന്ന വഴിക്ക് താഴെ അല്ലാണ്ടേ
വിലങ്ങാട് അതിഭീകരമായ ഉരുൾപൊട്ടൽ ഏക്കർ കണക്കിന് കൃഷിയും ധാരാളം വീടുകളും തകർത്തിരിക്കുകയാണ്. ഇനി ഒരു ഉരുൾ കൂടെ അവിടെ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ആളുകൾ മുകളിൽ പോയി നോക്കിയ ആളുകൾ പറയുന്നത്. അതിന് സമീപത്തൊന്നും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല. ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ വിലങ്ങാടുള്ളത്. വലിയ പാറക്കെട്ടുകൾ മുകളിൽ നിന്ന് ഒലിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ വീടുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് വലിയ ആളപായമില്ലാതെ രക്ഷപ്പെട്ടത്. അതോടൊപ്പം മാത്യു മാഷിനെ പോലെയുള്ള ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ട് പുറത്തിറങ്ങി ആ പേമാരിയിൽ ഉരുൾപൊട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് ആളുകളെ പുറത്തേക്ക് ഇറക്കിയത് കൊണ്ടാണ് വലിയൊരു ദുരന്ത വാർത്ത കേൾക്കാതെ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ഒരു മാലാഖയെപ്പോലെ മാത്യു മാഷ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശം ആളപായത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റുള്ള കൃഷിയും മറ്റും വ്യാപകമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അടിയന്തരമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സഹായം നൽകണം. വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൃഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് സഹായം നൽകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാർ അത് ഗൗരവമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവണം. ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥലം MLA അടക്കമുള്ള ആളുകൾ വളരെ സജീവമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ സജീവമായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് പ്രദേശം നിൽക്കുന്നത്. ഈ കണ്ണീരൊപ്പുന്നൊരു പ്രവർത്തനം ഗവൺമെൻറ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.